പത്രോസിനെ മുടന്തിനെ സൗഖ്യമാക്കിയതിന് ശേഷം പത്രോസിനെയും യോഹന്നാനെയും കൂടി അറസ്റ്റ് ചെയ്ത് മഹാപുരോഹിതൻ്റെ അരമനയ്ക്കകത്ത് വിസ്താരത്തിന് വേണ്ടി വിളിച്ചു നിർത്തിയപ്പോൾ അവർ പറഞ്ഞ വാക്കാണ്, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഈ മുടന്തൻ നടന്നു. അവിടെ അവർ വിളിച്ചു പറയുന്നത് യേശു മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റു എന്ന കാര്യമാണ്. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഈ മഹാപുരോഹിതൻ്റെ അരമനയ്ക്കകത്ത് കയറി പത്രോസ് ഈ സന്ദേശം പറയുന്നത് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണ്? കൃത്യമായി പറഞ്ഞാൽ ഒരു 50 ദിവസം മുൻപ് പത്രോസ് ഇതേ അരമനയുടെ മുറ്റത്തുണ്ടായിരുന്നു. അന്ന് പത്രോസിനോട് അവിടെ ജോലി ചെയ്യുന്ന സെർവൻറ്റുകൾ ചോദിച്ചു, യേശുക്രിസ്തുവിൻ്റെ ചർച്ചിലുള്ള ഉപദേശിയല്ലേ? അപ്പോൾ ഈ ടവലിന് മുഖം മറച്ചിട്ട് പറഞ്ഞു, പോവച്ചേന്ന് പറഞ്ഞു. എനിക്ക് യേശുവിനെ അറിയത്തില്ല, നീ എന്നെക്കുറിച്ച് അങ്ങനെ പറയല്ലേ. രണ്ടാമത് അതുവഴി പോയപ്പോൾ ഒരു സെർവൻറ്റ് പോയി ചോദിച്ചു, ഞാൻ കണ്ടിട്ടുണ്ട് അവിടുത്തെ പ്രാർത്ഥനയ്ക്കും മീറ്റിങ്ങിനും ഒക്കെ. അപ്പോഴും പറഞ്ഞു അത് വേറെ ആരെങ്കിലും ആയിരിക്കും, ഞാനല്ല. മൂന്നാമതും അതുവഴി പോയപ്പോൾ സെർവൻറ്റുകൾ ഒന്നുകൂടെ ചോദിച്ചില്ല, ഞാൻ ഭാഷ തന്നെയാണ്. അത് പറയും ഉപദേശി കൈയെടുത്ത് തലയിലോട്ട് വെച്ചിട്ട്, അയ്യോ യേശു എന്ന് പറഞ്ഞവൻ ഏതാണോ ഇവനെ കൊണ്ട് എനിക്കൊരു സമാധാനമില്ലല്ലോ, അവൻ നശിച്ചു പോകട്ടെ, ആണയിടുകയും പരാകുകയും ചെയ്തു. അയ്യോ യേശുവിനെ അറിയത്തേയില്ല. പക്ഷേ 50 ദിവസം സമയം കടന്നുപോയപ്പോൾ ഏത് അരമനയുടെ മുറ്റത്ത് വെച്ച് യേശുവിനെ പ്രാഗി തള്ളി പറഞ്ഞു, അതേ അരമനയുടെ അകത്ത് കയറി മഹാപുരോഹിതന് നേരെ വിരൽ ചൂണ്ടി, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുവിൻ്റെ നാമത്തിൽ ഈ മുടന്തൻ നടക്കുന്നു എന്ന് പറയാൻ അവൻ്റെ അകത്ത് ധൈര്യം കൊടുത്തത്. ഇന്ന് രാത്രി നിങ്ങൾ വചനം ശ്രദ്ധിക്കുന്നുണ്ടോ? എവിടെ നിങ്ങൾ പരാജയപ്പെട്ടോ, എവിടെ നിങ്ങൾ തകർക്കപ്പെട്ടോ, എവിടെ നിങ്ങൾ അപമാനിക്കപ്പെട്ടോ, എവിടെ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടോ, അതേ പ്രതലത്തിൽ തന്നെ നിങ്ങളെ അവൻ്റെ ജയത്തിൻ്റെ സാക്ഷിയാക്കി തീർക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവന്റെ ജയത്തിന്റെ സാക്ഷിയാകാൻ ഞാൻ പരാജയപ്പെട്ട പ്രതലം തന്നെ അവൻ തിരഞ്ഞെടുക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം.